ശാലോം ടെലിവിഷൻ്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും ഡെയിലി മിറർ എന്നുള്ള ഈ പരിപാടിയിലേക്ക് ഏറ്റവും സ്നേഹത്തോടു കൂടി സ്വാഗതം പറയുന്നു. നമ്മളുടെ പതിവനുസരിച്ച് ഇന്നും ചില വേദപുസ്തക ഭാഗങ്ങളെടുത്തുകൊണ്ട് നമുക്ക് ഈ ചിന്തനങ്ങൾ ആരംഭിക്കാം. ഞാനിന്ന് അതിനു വേണ്ടി എടുത്തത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ നിന്നുള്ള ചില ഭാഗങ്ങളാണ്. ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ നിന്ന് ഒരു വാചകം മാത്രം ഞാൻ വായിക്കുകയാണ്. നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവിൻ. ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 36-ാം വാക്യം. നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവിൻ. ഈ കരുണയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമുക്കറിയാം, നമ്മുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ കരുണയുടെ വർഷമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ വർഷത്തെ. ഈ വർഷത്തിൽ പരിശുദ്ധ പിതാവിൻ്റെ ചിന്തകൾ എന്തുകൊണ്ടാണ് ഈ കരുണയിലേക്ക് പോകുന്നത്? കാരണം മറ്റൊന്നുമല്ല, ദൈവത്തിൻ്റെ മനുഷ്യരോടുള്ള ആ ബന്ധത്തിലുള്ള വളരെ പ്രധാനപ്പെട്ടൊരു ഭാവമാണ് കരുണയുടെ ഭാവം. പാപം ചെയ്ത മനുഷ്യനെ തീർത്തും നശിപ്പിച്ച് കളയാതെ വീണ്ടും ആ പാപമോചനം കൊടുത്ത് ദൈവത്തിലേക്ക് തിരികെ ചെല്ലുവാനുള്ള ഒരവസരം ഒരുക്കി കൊടുക്കുകയാണ്. അതിന് ദൈവം തന്നെ തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് മനുഷ്യനായിട്ട് അവതരിപ്പിക്കുകയാണ്. അപ്പോൾ ഇത്രയും വലിയ കരുണ കാണിച്ച ദൈവം നിങ്ങളെ തൻ്റെ ഏകജാതനെ വിട്ടുകൊടുക്കുവാൻ തക്ക വിധം അത്രയധികമായിട്ട് സ്നേഹിച്ച ആ ദൈവത്തിൻ്റെ അടിസ്ഥാന ഭാവം കരുണയാണ് എന്ന് പരിശുദ്ധ പിതാവ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് നിരന്തരമായിട്ട് ഈ കരുണയുടെ ഭാവത്തിലേക്ക് ഓരോ ക്രിസ്ത്യാനിയും മടങ്ങി വരണമെന്നാണ് പരിശുദ്ധ പിതാവ് പറയുന്നത്. അതിനർത്ഥം യാതൊരു നിയമവും വേണ്ട, ഇനി കരുണ പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ എല്ലാവർക്കും തോന്നിയതുപോലെ ചെയ്യാം, എന്ത് ചെയ്താലും എന്നോടെല്ലാവരും കരുണ കാണിച്ചു കൊള്ളണം, അതല്ല അതിനർത്ഥം. നമ്മളെല്ലാവരും, ക്രിസ്ത്യാനികളെന്ന് പറയുന്ന എല്ലാവരും, അല്ലെ മനുഷ്യരെല്ലാവരും ഈ കരുണയുടെ ഭാവം ഉൾക്കൊള്ളണം. അതിനാരും എക്സെപ്ഷനില്ല, അപവാദങ്ങളില്ല. ആർക്കും പറയാൻ പറ്റില്ല ഞാൻ എനിക്ക് തോന്നുന്നതൊക്കെ ചെയ്യും, ബാക്കിയുള്ളവരെല്ലാം എന്നോട് കരുണ കാണിച്ചു കൊള്ളണം. അതല്ല, നമ്മളെല്ലാവരും ഒരുപോലെ കരുണ കാണിക്കണം. നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കണം. ഈ കരുണയെക്കുറിച്ച് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു പോകുന്നത് വിശുദ്ധ മദർ തെരേസയുടെ ചിത്രമാണ്. പരിശുദ്ധ പിതാവ് മദർ തെരേസയെ നാമകരണം ചെയ്തുകൊണ്ട് നടത്തിയ ആ സുവിശേഷ പ്രഘോഷണത്തിൽ അദ്ദേഹം പറയുന്നത് ഈ കരുണയുടെ ഇന്നത്തെ ആധുനിക ലോകത്തിലുള്ളൊരു മൂർത്തീഭാവമാണ് മദർ തെരേസ എന്നാണ്. ആ അമ്മ യഥാർത്ഥത്തിൽ കരുണയുടെ മുഖമായിരുന്നു. അമ്മയെ ഒരുപാട് പേര് കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. മദർ തെരേസ ഈ ലോകത്തിൽ ദാരിദ്ര്യം നിലനിർത്തുവാനായിട്ട് പരിശ്രമിക്കുന്നുവെന്ന്. ഈയിടെ ഈ നാമകരണ ചടങ്ങ് നടന്ന അതേ ദിവസം തന്നെ വന്ന ഒരു ലേഖനം വാസ്തവത്തിൽ നിങ്ങൾ ചിലരൊക്കെ വായിച്ച് കാണും. ഒരു ഇംഗ്ലീഷ് പത്രത്തിൽ വന്നതാണ്. എനിക്കത് വായിച്ചപ്പോൾ വളരെയധികം സങ്കടം തോന്നി. മാത്രമല്ല, ആ ചിത്രത്തിൻ്റെ മുകൾ ഭാഗത്ത് അല്ലെങ്കിൽ അതിന് അനുബന്ധിച്ച് കൊടുത്തിരുന്ന ഒരു കാർട്ടൂൺ രൂപത്തിലുള്ളൊരു വരയുണ്ട്, ഒരു ചിത്രമുണ്ട്. അതിനകത്ത് എന്താണ് കൊടുത്തിരിക്കുന്നത്? കുറേയധികം പാവങ്ങൾ, തുണിയെടുക്കാൻ പോലും ഇല്ലാത്ത പാവങ്ങൾ ഇങ്ങനെ തലകൊമ്പിട്ട് മുട്ടുകുത്തി നിൽക്കുകയാണ്. അങ്ങനെ തലകൊമ്പിട്ട് മുട്ടുകുത്തി നിൽക്കുന്ന ഒരഗതിയുടെ തലയിൽ ഈ അമ്മ മാവേലി മന്നൻ വയ്ക്കുന്ന പോലെ, അല്ലെ മാവേലി മന്നൻ്റെ തലയിൽ ആ കാല് വെച്ചിരിക്കുന്ന വാമനൻ കാല് വെച്ചിരിക്കുന്നത് പോലെ കാല് വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചിത്രം എത്രയോ നികൃഷ്ടമായ ഒന്നാണ്. നിങ്ങൾ ചിന്തിച്ച് നോക്കുക. എന്നിട്ട് ആ ലേഖനത്തിൻ്റെ തലക്കെട്ടായിട്ട് കൊടുത്തിരിക്കുന്നത് മദർ സുപ്പീരിയർ എന്നാണ്. വളരെ പരിഹാസരൂപത്തിലുള്ള ഒരു തലക്കെട്ടാണത് എന്നതിന് സംശയമൊന്നുമില്ല. എന്നിട്ട് അതിനകത്ത് കൊടുത്തിരിക്കുന്നത് എന്താണ്? ഈ അമ്മ പലപ്പോഴും ദാരിദ്ര്യം നിലനിർത്താൻ ശ്രമിച്ചു എന്നാണ്. ദരിദ്രരെ സ്നേഹിക്കുമ്പോൾ നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ അമ്മയുടെ വാക്കുകളെ വളച്ചൊടിച്ച്
ദരിദ്രരുണ്ടെങ്കിലേ നമുക്ക് ദൈവത്തെ സ്നേഹിക്കാൻ കഴിയുള്ളൂ, അല്ലെങ്കിൽ ദൈവത്തെ സ്നേഹിക്കുന്നത് മറ്റുള്ളവരറിയുകയുള്ളൂ. അതുകൊണ്ട് എന്നും ലോകത്തിൽ ദരിദ്രരുണ്ടായിരിക്കണം. ഇതായിരുന്നു അമ്മയുടെ മനോഭാവം എന്നൊക്കെ ആ ലേഖനകർത്താവ് എഴുതി പിടിപ്പിച്ചിരിക്കുകയാണ്. പാല് നിറഞ്ഞു നിൽക്കുന്ന, ക്ഷീരം നിറഞ്ഞു നിൽക്കുന്ന പശുവിൻ്റെ അകിടിലും കൊതുകിനിഷ്ടം പാലല്ല, ചോരയാണ്. ഈ ലേഖനകർത്താവിനെക്കുറിച്ച് നമുക്കത്രയൊക്കെ പറയാൻ പറ്റുള്ളൂ. പാല് നിറഞ്ഞു നിൽക്കുന്ന പശുവിൻ്റെ അകിടിൽ കടിക്കുന്ന കൊതുകിന് ആവശ്യം പാലല്ല, അത് ചോരയാണ്. അത് ആ പാല് കാണുകയില്ല. അപ്പോൾ ഇത്തരത്തിൽ മദർ തെരേസയുടെ പ്രവർത്തനങ്ങളെ വ്യാഖ്യാനിക്കുന്നവരുണ്ട്. വീണ്ടും പറയുന്ന കർത്താവിൻ്റെ ഒരു വചനം ഉദ്ധരിച്ചുകൊണ്ട്, പാവപ്പെട്ടവരെന്നും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കും. അതെന്തിനു വേണ്ടിയിട്ടാണ്? ദൈവം കരുണാമയനാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവർക്ക് ഈ പാവങ്ങളെ സഹായിക്കാൻ അവസരമുണ്ടാകണം. അതുകൊണ്ട് പാവങ്ങൾ നിങ്ങളോടുണ്ടായിരിക്കും. നോക്കുക എങ്ങനെയൊക്കെയാണ് ബൈബിൾ വാചകത്തെ അല്ലെങ്കിൽ വിശുദ്ധ ഗ്രന്ഥ വാചകത്തെ ദുർവ്യാഖ്യാനം ചെയ്യുന്നത് എന്ന് നമുക്കറിയാം. വിശുദ്ധ ഗ്രന്ഥം വായിക്കാത്ത അല്ലെങ്കിൽ പഠിക്കാത്തവർക്ക്, അതിൻ്റെ യഥാർത്ഥമുള്ള അരൂപി മനസ്സിലാക്കാത്തവർക്ക് അതിലെ വാചകങ്ങളെ മനസ്സിലാക്കാൻ കഴിയില്ല. അപ്പോൾ മദറിൻ്റെ പ്രവർത്തനങ്ങളെയും ഈ വിശുദ്ധ ഗ്രന്ഥ വചനങ്ങളെയുമെല്ലാം ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടുള്ള ഒരു ലേഖനമാണിത്. നിങ്ങളൊന്ന് വായിച്ചിരിക്കുന്നത് നല്ലതാണ്. ഏതൊരു പ്രവൃത്തി ചെയ്താലും, എത്ര നല്ല പ്രവൃത്തി ചെയ്താലും അതിനെല്ലാം ഇപ്രകാരം നിഷേധാത്മകമായ രീതിയിൽ കാണുകയും വിമർശിക്കുകയും ചെയ്യുന്ന മനുഷ്യർ, ഇവിടെയും അവർക്ക് നിഷേധാത്മകമായ സമീപന ശൈലി മാത്രം. അമ്മയെക്കുറിച്ച് പറഞ്ഞിരുന്ന മറ്റൊരു ആരോപണമുണ്ട്. അമ്മ വാങ്ങിയ പണം അത് പലരും പലരെയും പറ്റിച്ച് ചതിച്ച് ഉണ്ടാക്കിയിട്ടുള്ള പണമായിരുന്നു. അത് വാങ്ങിക്കരുതായിരുന്നു. ഈ ലേഖനം അത് പറയുന്നുണ്ട്. അവിടെ പറയുന്നത് മറ്റൊന്നുമല്ല, ആ പണം തിരിച്ചു കൊടുക്കണമായിരുന്നു. വരുന്ന പണം ഇതാരുടെ കയ്യിൽ നിന്ന് വരുന്നു എന്നൊന്നും മദർ അന്വേഷിക്കാറില്ല. അന്വേഷിക്കണമായിരുന്നു എന്നാണ് പറയുന്നത്. അന്വേഷിച്ച ആ പണം അയാൾക്ക് തന്നെ തിരിച്ചു കൊടുക്കുകയും അയാൾ ചെയ്ത അനീതിയാണ് എന്ന് അയാൾക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുക. മദർ എപ്പോഴും പറഞ്ഞിരുന്നു, എനിക്കതിനൊന്നും നേരമില്ല, എനിക്ക് അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ നേരമില്ല. ഈ ലോകത്തിൽ ആരാണ് ഈ പാവങ്ങളെ സൃഷ്ടിച്ചത്? അവർ അതില്ലായ്മ ചെയ്യണം. അതേ സമയത്ത് എൻ്റെ ദൗത്യം എന്താണ്? ഇപ്പോൾ ഭക്ഷിക്കാനില്ലാത്തവർക്ക് ഭക്ഷണം കൊടുക്കുക, കിടക്കാനൊരു സ്ഥലമില്ലാത്തവർക്ക് കിടക്കാനൊരു സ്ഥലം കൊടുക്കുക. അതിനുള്ളിൽ തന്നെ പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യമാണ്, മദറിന് രോഗം വന്നപ്പോൾ ഏതോ വലിയ ആശുപത്രിയിൽ കൊണ്ടുപോയി ചികിത്സിക്കണമെന്ന് പറഞ്ഞു അത്രേ. ഈ ലേഖനകർത്താവിന് ഈ വിവരം എങ്ങനെ കിട്ടിയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എങ്കിൽ പോലും നമ്മൾ ഓർക്കുക, മദറിനെ അവർ കൊണ്ടുപോയി കാണില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇയാൾ ആരോപിക്കുന്നത് എന്താണ്? മദറിൻ്റെ ഈ വൃദ്ധമന്ദിരങ്ങളിൽ അല്ലെങ്കിൽ അഗതി മന്ദിരങ്ങളിൽ യാതൊരുവിധ ചികിത്സയും കൊടുക്കാൻ മദർ സമ്മതിക്കുകയില്ലായിരുന്നു. ഇങ്ങനെ ഒരു ആരോപണം പറഞ്ഞിട്ടാണ് പറയുന്നത്. എന്നാൽ മദറാകട്ടെ ഇപ്രകാരം സ്വന്തം ആരോഗ്യത്തിന് വേണ്ടിയിട്ട്, ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് വലിയ ആശുപത്രികൾ കൊണ്ടുപോകണമെന്ന് വാശി പിടിച്ചിരുന്നുവെന്ന്. ഇതിനൊന്നും നമുക്ക് മറുപടി കൊടുക്കാനില്ല. പക്ഷേ ഇപ്രകാരം ദോഷൈകതൃക്കളായവർക്ക് എങ്ങനെ വേണമെങ്കിലും ഇതിനൊക്കെ വ്യാഖ്യാനിക്കാനായിട്ട് സാധിക്കും. കർത്താവിൻ്റെ കാലത്ത് തന്നെ ഇതെല്ലാം സംഭവിച്ചിരുന്നതാണ്. കർത്താവിനെ അനുകരിക്കുന്നവർക്ക്, പിൻചെല്ലുന്നവർക്ക് ഇതിനപ്പുറത്തും കിട്ടും എന്ന് കർത്താവ് തന്നെ മുൻകൂട്ടി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇതിലൊന്നും അതിശയോക്തി ഇല്ല എന്ന് നമ്മൾ ചിന്തിക്കുക. നമ്മൾ എത്ര നന്നായിട്ട് ചെയ്താലും കുറേ പേര് പറയും ഇത് മതപരിവർത്തനത്തിനാണ്. അതേക്കുറിച്ച് മദറിനൊരു തൻ്റേതായ അഭിപ്രായമുണ്ടായിരുന്നു. മദർ പറഞ്ഞ് ശരിയാണ്, ഞാൻ മതപരിവർത്തനമല്ല മനപരിവർത്തനമാണ് നടത്തുന്നത്. മാത്രമല്ല അവരെ ഞാൻ ദൈവത്തെങ്കിലേക്ക് തിരിക്കുന്നുണ്ട്, ശരിയായ ദൈവത്തെങ്കിലേക്ക്. അത് തെറ്റാണെന്നാണ് നിങ്ങൾ പറയുന്നത്, ഞാനത് വിശ്വസിക്കുന്നില്ല. മദർ ആരെയും മാമോദിസ മുക്കില്ല. എത്രയോ ആയിരങ്ങൾ മദറിൻ്റെ അഗതി മന്ദിരത്തിൽ കിടന്ന് മരിച്ചു. എത്രയോ ആയിരങ്ങൾ മദർ തന്നെ എടുത്ത് സ്വന്തം കൈകളിലൂടെ പരിചരിച്ചു. ഇന്നും ആയിരക്കണക്കിന് അവരുടെ സന്യാസ സഹോദരങ്ങൾ, സഹോദരിമാർ ഇതുപോലെയുള്ളവരെ എടുത്ത് പരിചരിക്കുന്നുണ്ട്. ഇവരെല്ലാവരെയും മാമോദിസ മുക്കി ക്രിസ്ത്യാനികളാക്കിയെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? വെറുതെ പറയാൻ വേണ്ടി പറയാം, പക്ഷേ സത്യാവസ്ഥ അതല്ല. എന്നാൽ അവർക്ക് ദൈവത്തെ കണ്ടുമുട്ടാനായിട്ട് ഈ സഹോദരന്മാർ അവസരമുണ്ടാക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നു. അവർക്ക് ദൈവത്തെ കാണാൻ, ദൈവം കരുണയുടെ മൂർത്തീഭാവമായിട്ട് ഈ ശുശ്രൂഷ നടത്തുന്ന സഹോദരങ്ങളിൽ അവതരിക്കുന്നു. അവരെ കാണുന്നവർ ദൈവത്തെ കാണുന്നു. അപ്പോൾ ദൈവത്തെ കാണാനായിട്ട്
അവസരമുണ്ടാക്കി കൊടുത്തവരാണിവർ. അതുകൊണ്ട് ആ തരത്തിൽ ഒരു തരത്തിൽ പരിവർത്തനം തന്നെയാണത്. പക്ഷേ ആ പരിവർത്തനം ശത്രുക്കൾ അല്ലെങ്കിൽ എതിരാളികൾ ഉന്നയിക്കുന്ന ആരോപണത്തിൻ്റെ ആ രൂപത്തിലുള്ളതല്ല എന്ന് മാത്രം. ഇപ്രകാരം ദൈവത്തെ കാണാനായിട്ട് മദർ അവസരമുണ്ടാക്കി കൊടുത്തു. അതുപോലെ തന്നെ മദറിന് ഒരുപാട് കാര്യങ്ങൾ അല്ലെങ്കിൽ ഓരോ കാര്യത്തെക്കുറിച്ചും തൻ്റേതായ അഭിപ്രായം ഉണ്ടായിരുന്നു. മദറിനോട് ചോദിച്ച എല്ലാ വ്യക്തികൾക്കും മദർ ഉത്തരം കൊടുത്തിട്ടുണ്ട്. മദർ ഇപ്രകാരം, ഞാൻ എൻ്റെ കർത്താവിനെ അനുകരിച്ച് അത് ചെയ്യാൻ ശ്രമിക്കുന്നു. അതിനിടയിൽ ഈ ലോകം മുഴുവൻ മാറ്റിയെടുക്കുവാനുള്ള ദൗത്യം എനിക്കില്ല, അതിനെക്കൊണ്ട് സാധിക്കുകയുമില്ല. മദർ പറഞ്ഞത്, ഞാനിവിടെ വന്നിരിക്കുന്ന അല്ലെങ്കിൽ എന്നെ ദൈവം വിളിച്ചത് വിജയിക്കാനല്ല, എല്ലാ കാര്യങ്ങളും ചെയ്ത് വലിയ വിജയിയാകാനുള്ള ഒരു വിളിയല്ല എൻ്റേത്. അതിലുപരിയായിട്ട് എൻ്റെ വിളി എന്ന് പറയുന്നത് വിശ്വസ്തയോടുകൂടി ശുശ്രൂഷ ചെയ്യാനാണ്, കർത്താവിനെ അനുകരിക്കാനാണ്. അത് ഞാൻ ചെയ്യുന്നു. ആ ശുശ്രൂഷ വിജയമാണെന്നോ പരാജയമാണെന്നൊക്കെ മറ്റുള്ളവർ പറഞ്ഞെന്ന് വരാം. പറയുക മാത്രമല്ല, അത് ചിലപ്പോഴങ്ങനെ ആയിത്തീർന്നെന്നും വരാം. പക്ഷേ ശുശ്രൂഷകളുടെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രവൃത്തികളുടെ ജയാപജയങ്ങൾ നിശ്ചയിക്കപ്പെടുന്നത് എങ്ങനെയാണ്, അതിനെ മറ്റുള്ളവർ എങ്ങനെ സ്വീകരിക്കണമെന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴാണ്. മദറിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് ലോകം സ്വീകരിച്ചത്, ലോകം സ്വീകരിച്ചെങ്ങനെയാണെന്ന് മദറിൻ്റെ മരണസമയത്ത് മൃതസംസ്കാര സമയത്ത് നമ്മൾ കണ്ടു. ഈ വിശുദ്ധ എന്നുള്ള നാമകരണ ചടങ്ങിൽ നമ്മൾ കണ്ടു. ലോകം അതിനെ അംഗീകരിച്ചു. അങ്ങനെയെങ്കിൽ അത് വിജയം തന്നെയായിരുന്നു. പക്ഷേ മദർ അതിനെ ഒരു വിജയമായിട്ട് കണക്ക് കൂട്ടുന്നില്ല. താൻ വിശ്വസ്തയായിരുന്നു എന്ന് മാത്രമേ മദർ പറയുന്നുള്ളൂ. നമ്മൾ നമ്മുടെ വിശ്വാസത്തിൽ വിശ്വസ്തരായിരിക്കാനാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത്. പരാജയങ്ങൾ ദൈവം നിശ്ചയിച്ചുകൊള്ളും, ദൈവം അത് തന്നുകൊള്ളും, കൊടുത്തുകൊള്ളും. നമ്മൾ ഓർക്കുക, ആയിരക്കണക്കിന് സഹോദരിമാരുള്ള ഈ മിഷണറീസ് ഓഫ് ചാരിറ്റി സന്യാസ സമൂഹത്തിൽ നിന്ന് എത്ര പേര് വന്നു ഈ ചടങ്ങിനായിട്ട് റോമിൽ? 200-ൽ താഴെ മാത്രം. എന്തേ മറ്റുള്ളവർ വരാതിരുന്നത്? അവർ പറഞ്ഞതാണ്, അവർക്ക് തങ്ങളുടെ ഈ പാവങ്ങളെ, തങ്ങളെ ഫലമേൽപ്പിച്ചിരിക്കുന്നവരെ ഇട്ടിട്ട് പോകാൻ കഴിയില്ല. തങ്ങൾക്ക് കിട്ടുന്ന പണം തങ്ങളുടെ യാത്രയ്ക്ക് വേണ്ടിയിട്ടുള്ളതല്ല, അത് ഇതിനു വേണ്ടിയിട്ടുള്ളതാണ്, ഇവരെ ശുശ്രൂഷിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതങ്ങനെ ചിലവഴിക്കുന്നത് ശരിയായ കാര്യമല്ല. ചുരുക്കത്തിൽ അവർക്ക് എന്തിനേയും ഉപേക്ഷിക്കാൻ മടിയില്ലായിരുന്നു. അതാണ് തങ്ങളുടെ വിശ്വാസം, അത് ജീവിക്കാൻ വേണ്ടിയിട്ട് അതിനാണ് തങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ള ബോധ്യം വന്നു കഴിഞ്ഞപ്പോൾ, വിശ്വസ്തരായിരിക്കാനാണ് തങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് എന്ന ബോധ്യം വന്നു കഴിഞ്ഞപ്പോൾ, ഇതൊന്നും ഉപേക്ഷിക്കാനായിട്ട്, ഈ യാത്രകളൊന്നും വേണ്ട എന്ന് വെക്കുവാനായിട്ട്, ഞങ്ങൾക്കിതൊന്നും കാണണ്ട എന്ന് വെക്കുവാനായിട്ട് അവർക്കൊരു പ്രയാസവും ഉണ്ടായില്ല. തീർച്ചയായിട്ടും അതിനകത്ത് താല്പര്യമുള്ളവരെന്നൊക്കെ ഉണ്ടാകും. പക്ഷേ എങ്കിലും പൊതുവായിട്ട് പറയുമ്പോൾ അങ്ങനൊരു നയം അവരെടുത്തു. തീർച്ചയായിട്ടും അത് ശ്ലാഘിക്കപ്പെടേണ്ടതാണ്. നമ്മുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ തന്നെ, അദ്ദേഹം മാർപ്പാപ്പയാകുന്ന അവസരത്തിൽ ആ ചടങ്ങുകൾ വീക്ഷിക്കാനായിട്ട് തൻ്റെ രൂപതയിൽ നിന്ന് വരാനിരുന്നവരോട് അദ്ദേഹം പറഞ്ഞത് തന്നെയാണ്, നിങ്ങളിവിടെ നേരിട്ട് വന്നത് കാണേണ്ട കാര്യമില്ല, അത് നിങ്ങൾ ടെലിവിഷനിൽ കാണുക, നിങ്ങൾ ചിലവാക്കാൻ ഉദ്ദേശിക്കുന്ന പണം അത് നിങ്ങൾ മറ്റുള്ളവർക്ക് അവരുമായിട്ട് പങ്കുവയ്ക്കുക. അതേ കാര്യം തന്നെയാണ് ഈ സിസ്റ്റേഴ്സും പറഞ്ഞത്. അവർ ദൈവം തന്ന പണം അത് മറ്റുള്ളവർക്ക് വേണ്ടി അത് ചിലവഴിക്കും. ഇത് നമുക്കെല്ലാം ഒരു പാഠമാണ്. ഇന്ന് ഏതൊരു മേഖലയിലും, പ്രത്യേകിച്ച് ഭാരതത്തിൽ, ഇന്ത്യയിൽ അഴിമതി നിറഞ്ഞു നിൽക്കുന്ന ഒരു രാജ്യം. അപ്പോൾ ഈ അഴിമതി ഇല്ലാതാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അതിന് ഇവരെ പോലെ ഈ ബോധ്യമുള്ളവരായിത്തീരുക, വിശ്വസ്തരായിരിക്കേണ്ടതാണ്, ആയിരിക്കാൻ വേണ്ടിയിട്ടാണ് തങ്ങൾ വിളിക്കപ്പെട്ടത് എന്ന് മദർ പറഞ്ഞതുപോലെ ഓരോരുത്തരും ചിന്തിക്കാൻ പഠിക്കുക. നമ്മൾ ഓഫീസിൽ ജോലി ചെയ്യുന്നവർ, കമ്പനികളിൽ ജോലി ചെയ്യുന്നവർ, പൊതുപണം കൈകാര്യം ചെയ്യുന്നവർ എല്ലാവരും നമ്മൾ ഓർക്കേണ്ട ഇതാണ്, നമ്മൾ ഈ കാര്യങ്ങളിലെല്ലാം വിശ്വസ്തരായിരിക്കാനായിട്ട് ആണ് വിളിക്കപ്പെട്ടിരിക്കുന്നത്. ആ വിശ്വസ്തതയുടെ അടയാളമായിരിക്കും നമ്മൾ ചെയ്യുന്ന ഈ പ്രവൃത്തികളുടെ ആ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുക. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ വിശ്വസ്തയോടുകൂടി ചെയ്തു കഴിയുമ്പോൾ അത് വിജയമോ പരാജയമോ എന്നുള്ളതൊന്നും ആരും ചിന്തിക്കാൻ പോവുകയില്ല. അപ്പോൾ നമ്മൾ സുതാര്യതയോട് കൂടിയിട്ട്, സത്യസന്ധതയോട് കൂടിയിട്ട്, വിശ്വസ്തയോട് കൂടിയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു കഴിയുമ്പോൾ തനിയെ നമ്മൾ വിജയികളായിക്കൊള്ളും. മദർ പറഞ്ഞിരുന്നത് എപ്പോഴും എന്താണ്? ഞാൻ കർത്താവിൻ്റെ കരങ്ങളിൽ ഒരു പെൻസിലാണ്,
ഈ പെൻസില് കർത്താവ് തൻ്റെ വിരലുകൾക്കിടയിൽ വെച്ച് തനിക്കിഷ്ടമുള്ളത് എഴുതുന്നു, തനിക്കിഷ്ടമുള്ളത് വരയ്ക്കുന്നു. ഞാൻ അത്രയേ ഉള്ളൂ. ഞാനൊരു പെൻസിലാണ്. അത് ആവശ്യം വരുമ്പോൾ കർത്താവ് കുറിപ്പിച്ചുകൊണ്ടിരിക്കും. എൻ്റെ കുറേ ഭാഗം കണ്ടിച്ച് കളയും, മുറിച്ച് കളയും. എങ്കിലേ എനിക്ക് മൂർച്ച ഉണ്ടാവുകയുള്ളൂ, എങ്കിലേ എനിക്ക് ആ വരയ്ക്കാനുള്ള ശക്തി കിട്ടുകയുള്ളൂ, ഷാർപ്പ്നെസ് ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ കർത്താവ് എന്നെ ഷാർപ്പൻ ചെയ്തുകൊണ്ടിരിക്കും, എന്നെ മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കും. എന്നിട്ട് എന്നെ കൊണ്ട് പലതും എഴുതും, എന്നെ കൊണ്ട് പലതും വരയ്ക്കും. ഞാനത് കൊണ്ട് വെറും കേവലം ഒരു പെൻസിൽ മാത്രം, കർത്താവിൻ്റെ കരങ്ങളിലെ ഒരു ഉപകരണം മാത്രം. മദർ തെരേസ തന്നിട്ട് പോകുന്ന മാതൃക ഇതൊക്കെയാണ്. അവർ പറയുമായിരുന്നത്ര, അത് പരിശുദ്ധ പിതാവ് തൻ്റെ ആ സുവിശേഷ പ്രഘോഷത്തിൽ ഉദ്ധരിക്കുന്നുണ്ട്. അവരുടെ ഭാഷയൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. 139 രാജ്യങ്ങളിൽ ഈ മിഷണറീസ് ഓഫ് ചാരിറ്റി സിസ്റ്റേഴ്സ് ജോലി ചെയ്യുന്നുണ്ട്, ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. അവിടെയൊക്കെ പോകുമ്പോൾ പ്രാദേശികമായിട്ടുള്ള ആളുകളുടെ ഭാഷയൊന്നും മദറിന് അറിഞ്ഞുകൂടാ. അപ്പോൾ മദർ പറഞ്ഞതാണ്, എനിക്ക് അവരുടെ ഭാഷ അറിഞ്ഞുകൂടാ, പക്ഷേ എനിക്ക് ഒന്ന് കൊടുക്കാൻ കഴിയും, അതൊരു പുഞ്ചിരിയാണ്. ആ പുഞ്ചിരി കൊടുക്കാൻ എനിക്ക് കഴിയുന്നതിന് വലിയ കാര്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. ബാക്കി എൻ്റെ സഹോദരിമാർ ചെയ്തുകൊള്ളും. പരിശുദ്ധ പിതാവ് ഇക്കാര്യം ഉദ്ധരിച്ചിട്ടാണ് പറഞ്ഞത്, നമുക്കൊരു പുഞ്ചിരി കൊടുക്കാൻ കഴിയുക. വേറൊന്നും ഒരുപാട് ചെയ്യാൻ കഴിഞ്ഞെന്ന് വരില്ല. ആ പുഞ്ചിരി അത് തീർച്ചയായിട്ടും നിഷ്കളങ്കമാണെങ്കിൽ, നിസ്വാർത്ഥമാണെങ്കിൽ അതിനതിൻ്റേതായ ഫലം ഉണ്ടാകാതിരിക്കുകയില്ല എന്ന് പരിശുദ്ധ പിതാവ് പറഞ്ഞു വയ്ക്കുകയാണ് ചെയ്യുന്നത്. പരിശുദ്ധ പിതാവിൻ്റെ സുവിശേഷ പ്രഘോഷണം വളരെ ഹ്രസ്വമായിരുന്നു. അദ്ദേഹം അതിൽ പരാമർശിക്കാതെ പോയൊരു കാര്യമുണ്ട്. അത് മദറിൻ്റെ മാധ്യസ്ഥതയാണ്. ഞാനൊരിക്കൽ പറഞ്ഞതാണ്, ഈ മാധ്യസ്ഥതയെക്കുറിച്ച് പരിശുദ്ധ പിതാവ് പരാമർശിച്ചില്ല. എന്തുകൊണ്ട് പരാമർശിച്ചില്ല എന്ന് ഞാൻ ചിന്തിക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് അദ്ദേഹം പറഞ്ഞു നിർത്തിയ തൻ്റെ സുവിശേഷ പ്രഘോഷണത്തിൽ അത് വ്യക്തമായിരുന്നു. നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് മദറിൻ്റെ ആ മാതൃകയോട് വിശ്വസ്തരാകാൻ വേണ്ടിയിട്ടാണ്. മദറിൻ്റെ മാധ്യസ്ഥ അപേക്ഷിച്ച് അനുഗ്രഹങ്ങൾ തേടാൻ വേണ്ടി മാത്രമല്ല, മദറിനെ പോലെ വിശ്വസ്തരായിരിക്കാൻ. നമ്മുടെ ക്രൈസ്തവ വിശ്വാസത്തിലും വിളിയിലും ധർമ്മത്തിലുമെല്ലാം വിശ്വസ്തരായിരിക്കാനുള്ള ആ വിളിയാണ് ആ മദർ നമുക്ക് തരുന്നതെന്നും അതാണ് നമ്മൾ മദറിൽ നിന്ന് അനുകരിക്കേണ്ടതെന്നും പരിശുദ്ധ പിതാവ് പ്രത്യേകമായിട്ട് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ നാട്ടിൽ നമുക്കറിയാം, വിശുദ്ധരോടുള്ള നൊവേനകളൊക്കെ ഒരുപാട് വർദ്ധിച്ചു വരുന്നുണ്ട്. ഈ കാലഘട്ടത്തിൽ നമ്മൾ ഓർക്കണം, ഈ നൊവേനകളെല്ലാം തന്നെ നമ്മൾക്ക് കിട്ടാനുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. അതിലുപരിയായിട്ട് നമ്മൾ ആ പുണ്യവാന്മാരെയും പുണ്യവതികളെയും അനുകരിച്ച് മറ്റുള്ളവർക്കും ക്രിസ്തുവിശ്വാസം സ്വീകരിക്കാനുള്ള പ്രേരണ കൊടുക്കുന്നവരാകണം. ഈ വിശ്വാസം ജീവിക്കാൻ കൊള്ളുന്നതാണ്, യോഗ്യതയുള്ളതാണ് എന്ന് നമ്മളുടെ സാക്ഷ്യത്തിലൂടെ നമുക്ക് തെളിയിക്കാൻ സാധിക്കുക. ക്രൈസ്തവ വിശ്വാസം ശരിയായ രീതിയിൽ ജീവിക്കുകയാണെങ്കിൽ അത് മറ്റുള്ളവർ സ്വീകരിക്കും എന്ന് പറഞ്ഞാൽ അതിനെ ആദരിക്കും, അംഗീകരിക്കും. അവരൊരു പക്ഷേ അങ്ങനെ ജീവിക്കാൻ അവർ ശ്രമിക്കില്ലായിരിക്കാം, പക്ഷേ അത് മറ്റുള്ളവർ ആദരിക്കും എന്നുള്ളതിന് തെളിവാണ് മദർ തെരേസയുടെ ജീവിതം. മദർ തെരേസ ജീവിച്ചത് ബംഗാളിലെ മാർക്സിസ്റ്റ് ഗവൺമെൻറ്റിൻ്റെ കാലത്താണ്. അവിടെ ആ ഗവൺമെൻറ്റിലുണ്ടായിരുന്നവർ, അല്ലെ മുഖ്യമന്ത്രി അടക്കം, എപ്പോഴും മദറിന് പിന്തുണ കൊടുത്തിരുന്നു. എന്തുകൊണ്ടാണ്? മദറിൻ്റെ ശൈലി, ക്രിസ്തുവിൻ്റെ പ്രബോധനങ്ങളോടുള്ള എൻ്റെ വിശ്വസ്തത. അതിനപ്പുറത്ത് മദറിനൊരു സ്വകാര്യ താല്പര്യവുമില്ലായിരുന്നു. അത് മനസ്സിലാക്കിയത് കൊണ്ടാണ് അവരെല്ലാം അതിന് ഒത്താശ ചെയ്തു കൊടുത്തത്, മദറിൻ്റെ പ്രവർത്തനങ്ങൾക്ക്. അതുപോലെ തന്നെ ലോകത്തിലെ പ്രമുഖ നേതാക്കന്മാരെല്ലാം മദറിനെ ഏറ്റവും അധികം മാനിച്ചിരുന്നു. ഏത് സമയം അവരുടെ ഓഫീസിൽ കയറി ചെല്ലാനായിട്ട് മദറിന് സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. എന്തുകൊണ്ടാണത് മദറിന് കിട്ടിയത്? കാരണം മറ്റൊന്നുമല്ല, ഈ ക്രിസ്തു വിശ്വാസത്തോടുള്ള വിശ്വസ്തതയുടെ ഫലമാണത്. അപ്പോൾ വിശ്വസ്തയോടുകൂടിയിട്ട് ഈ ജീവിതം നയിക്കാൻ, ക്രൈസ്തവ വിശ്വാസം നയിക്കാനായിട്ട് പരിശ്രമിക്കുന്നവരെ മറ്റുള്ളവർ ആദരിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. മദർ തെരേസയെ മറ്റുള്ളവർ ആദരിച്ചത് മദർ തെരേസയുടെ വസ്ത്രധാരണം കൊണ്ടല്ല. വലിയ ബിസിനസ് സ്യൂട്ടും ധരിച്ചല്ല അമ്മ വന്നിരുന്നത്. അമ്മയുടെ വസ്ത്രം എന്ന് പറയുന്നത് എന്തായിരുന്നു? അത് കൽക്കട്ടായിലെ തോട്ടിപ്പണിക്കാരുടെ വസ്ത്രമായ സ്ത്രീകൾ ധരിച്ചിരുന്ന വസ്ത്രമാണ്. നീല ബോർഡറുള്ള വെള്ള സാരി. ആ സാരി ഇന്ന് വിശുദ്ധിയുടെ പ്രതീകമായി മാറി. അപ്പോൾ ഈ ലോക നേതാക്കൾ ആ സാരി കണ്ടിട്ടല്ല, അല്ലെങ്കിൽ അതിൻ്റെ മഹത്വം കണ്ടിട്ടല്ല, അവരുടെ മറ്റു തരത്തിലുള്ള വസ്ത്രം കണ്ടിട്ടല്ല. അതുപോലെ തന്നെ അമ്മ ഇങ്ങനെ ഒരുപാട് വലിയ വിദ്യാഭ്യാസമുള്ള വ്യക്തിയല്ല. പക്ഷേ എങ്കിലും അവർ മാനിച്ചിരുന്ന് അമ്മയോട് സംസാരിച്ച്. എന്തുകൊണ്ട്? അമ്മയുടെ ഡോക്ടറേറ്റിൻ്റെ ഫലമല്ല, അതിലുപരിയായിട്ട് ഈ ക്രൈസ്തവ ജീവിതത്തിൽ അമ്മയുടെ വിശ്വസ്തത കണ്ടിട്ടാണ്.
ലോകത്തിലെല്ലായിടത്തും, പ്രത്യേകിച്ച് നമുക്കറിയാം വലിയ സ്വേച്ഛാധിപതിയുള്ള രാജ്യങ്ങളുണ്ടായിരുന്നു, അവിടെ പോലും അമ്മയ്ക്ക് പ്രവേശനമുണ്ടായിരുന്നു. അങ്ങോട്ട് കടന്നു ചെല്ലാനും അവരോട് നേരിട്ട് സംസാരിക്കാനും ഒക്കെ അവർക്ക് അമ്മയ്ക്ക് സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. മദർ തെരേസായുടെ സമൂഹത്തെ അനുവദിച്ച ചുരുക്കം ചില രാജ്യങ്ങൾ, മറ്റാരെയും അനുവദിക്കാതിരുന്ന രാജ്യങ്ങൾ മധ്യപൂർവ്വദേശങ്ങളുണ്ട്, മിഡിൽ ഈസ്റ്റിൽ. പക്ഷേ അവർ മദർ ചെന്ന് കഴിയുമ്പോൾ, മദറിൻ്റെ സഹോദരിമാർ ചെന്ന് കഴിയുമ്പോൾ യാതൊരു സങ്കോചവും കൂടാതെ സ്വീകരിച്ചിരുന്നു. എന്തുകൊണ്ട്? ഈ വിശ്വസ്തയുടെ ഫലമാണത്. പ്രിയമുള്ളവരെ, നമ്മളതുകൊണ്ട് ഈ വിശ്വസ്തമായിരുന്നാൽ തീർച്ചയായിട്ടും നമുക്ക് ബഹുമാനം കിട്ടും, സ്ഥാനം കിട്ടും, നമ്മളെ മറ്റുള്ളവർ മാനിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ബഹുമാനവും സ്തുതിയും പുകഴ്ചയും മഹത്വവും ഒന്നും നമുക്ക് പിടിച്ചു വാങ്ങിക്കാൻ കഴിയില്ല. അത് നമ്മുടെ പ്രവർത്തനങ്ങൾ മൂലം നമ്മൾ നേടിയെടുക്കേണ്ട ഒന്നാണ്. അങ്ങനെ നേടിയെടുക്കാനുള്ള വലിയൊരു മാതൃകയായിട്ടാണ് മദർ തെരേസ കടന്നുപോയത്. ഇന്ന് നമ്മളുടെ മനസ്സുകളിൽ അമ്മ ജീവിക്കുന്നുണ്ടെങ്കിൽ അത് ഇത്തരത്തിലുള്ളൊരു മാതൃക നമുക്ക് തന്നതുകൊണ്ടാണ്. നമ്മൾ മദർ തെരേസായുടെ തിരുസ്വരൂപം കാണുമ്പോൾ ഓർക്കുക, ഈ മാതൃകയാണ് നമ്മൾ അനുകരിക്കേണ്ടത്. അമ്മയോട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അതുതന്നെയാണ്. അമ്മേ, ഈ മാതൃക അനുകരിക്കാൻ ഞങ്ങൾക്കും ശക്തി തരണമേ, കൃപ നൽകണമേ എന്ന്. അത്തരത്തിലുള്ള അനേകായിരം മദർ തെരേസമാരുണ്ടായി കഴിയുമ്പോൾ ഈ ഭാരതത്തിൽ, ഒരുപക്ഷെ ഇന്ന് ക്രൈസ്തവ വിശ്വാസ എതിർപ്പ് നേരിടുന്ന ഈ ഭാരതത്തിൽ പോലും അത് സ്വീകരിക്കപ്പെടുമെന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. നമ്മുടെ ദൈവം അതിന് ശക്തിപ്പെടുത്തിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവേ, ഞങ്ങളെ ഓരോരുത്തരെയും നീ നിൻ്റെ വിശ്വാസത്തിലേക്ക്, നിന്നിലുള്ള വിശ്വാസത്തിലേക്ക് വിളിച്ചുവല്ലോ. ഈ വിശ്വാസം വിശ്വസ്തയോടുകൂടി ജീവിക്കുവാനായിട്ട് ഞങ്ങൾക്ക് ശക്തി നൽകണമേ. പേരിൽ മാത്രമല്ലാതെ ഞങ്ങളുടെ പ്രവൃത്തിയിലും മനോഭാവത്തിലുമെല്ലാം ആ വിശ്വാസം ഏറ്റുപറഞ്ഞ് ജീവിക്കാനുള്ള കൃപ നൽകണമേ. ആ വിശ്വാസത്തിൻ്റെ കാതലായ ഭാഗമാണല്ലോ മറ്റുള്ളവരോട് കരുണ കാണിക്കുക എന്നുള്ളത്. സ്വന്തം ജീവിതത്തെക്കായിട്ട് ഉപരിയായിട്ട് മറ്റുള്ളവരെ പരിഗണിക്കുക എന്നുള്ളത്. വിശുദ്ധ മദർ തെരേസയുടെ മാതൃക ഞങ്ങൾക്ക് നൽകിയതും അതിനു വേണ്ടി തന്നെയാണല്ലോ കർത്താവേ. ആ മാതൃകയനുസരിച്ച് നിൻ്റെ യഥാർത്ഥ ശിഷ്യരായി തീരുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണം. പ്രത്യേകമായിട്ട് എന്നെ കേൾക്കുന്ന നിൻ്റെ മക്കളെ ഓരോരുത്തരെയും കാത്തുപരിപാലിക്കണമേ. നിൻ്റെ അരൂപിയുടെ അഭിഷേകം കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ.